ഒരിക്കലും ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, വലിയ കോടീശ്വരനാ, ക്യാൻസർ വന്ന് അദ്ദേഹം മരണമുഖത്ത് കിടക്കുക. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയപ്പോൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ബ്രദറെ, 10 തലമുറയ്ക്ക് വേണ്ടിയുള്ള സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട്. എന്നാൽ ഞാൻ നേടിയ ഈ കോടിക്കണക്കിന് സമ്പാദ്യങ്ങൾ മുഴുവൻ എന്നെ നോക്കി ചിരിക്കുന്ന കടലാസ് കഷ്ണങ്ങളായി എനിക്ക് അനുഭവപ്പെടുകയാ. എന്നെ രക്ഷിക്കണമേ. ഞാൻ ഒരുങ്ങിയിട്ടില്ല. എൻ്റെ ഒരുക്കം ഒട്ടും അത് കൃത്യമല്ല എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ജീവിച്ച സമയത്ത് കർത്താവിൻ്റെ വചനത്തിന്, ആത്മീയ ശുശ്രൂഷകൾക്കോ ആത്മീയ കാര്യങ്ങൾക്കോ മുൻഗണന കൊടുക്കാതെ, പ്രാധാന്യം കൊടുക്കാതെ, പണസമ്പാദനത്തിന് വേണ്ടി തൻ്റെ സമയവും ആരോഗ്യവും സാധ്യതയും അവസരവും എല്ലാം ചെലവഴിച്ചു. ഇന്ന് ക്യാൻസർ പിടിപെട്ട് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുമ്പോൾ ആ മനുഷ്യൻ ചങ്ക് പൊട്ടി പറയാ, ഞാൻ സമ്പാദിച്ച് കോടിക്കണക്കിന് രൂപ അത് വെറും കടലാസ കഷ്ടങ്ങൾ എനിക്ക് അനുഭവപ്പെടുക. എൻ്റെ സഹോദരങ്ങളെ, ജീവിക്കാൻ നമുക്ക് പണം വേണം, എന്നാൽ പണത്തിന് വേണ്ടി ജീവിക്കരുത്. എലീശ പറഞ്ഞു, പണം, വസ്തുവകകൾ, ആടുമാടുകൾ, മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, ദാസിദാസന്മാർ, വസ്ത്രങ്ങൾ, ഇവയൊക്കെ സ്വന്തമാക്കാനുള്ള സമയമാണോ ഇത്? അതിനുള്ള സമയമല്ല. ഈ ഒരു സമയം ആത്മീയമായി ഒരുങ്ങുവാൻ സ്വർഗം അനുവദിച്ചു തന്നിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് മാർക്കോസിന് സുവിശേഷം 1:15 എന്താ ഈശോ പറഞ്ഞത്? സമയം പൂർത്തിയായി, സമയം സമാഗതമായി, സമയം സമാഗതമായി. വീണ്ടും ഒരു വചനം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 24 42 നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് അറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുക. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്നറിയാത്തത് കൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുക. നമ്മുടെ കർത്താവ് എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല സഹോദരങ്ങളെ. ഈ വചനങ്ങളിലൂടെ എല്ലാം എന്താണ് കർത്താവ് പറയുന്നത്? സമയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുക, കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയുക. നമ്മൾ അവസാന മണിക്കൂറിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ ലോകാവസാനമല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ലോകാവസാനമല്ല. ഇതിനെക്കുറിച്ച് പരിശുദ്ധ അമ്മ മാതാവ്, സഭയിലെ വലിയൊരു മിസ്റ്റിക് വാസുല റീഡൻ എന്ന് പറയുന്ന ഒരു വലിയ മിസ്റ്റിക്കാണ്. ആ സഹോദരിക്ക് അമ്മ വെളിപ്പെടുത്തിയ സത്യം എന്താണ്? നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു വായിച്ച്. അമ്മ പറഞ്ഞു, നിങ്ങളിൽ അനേകർ അടയാളങ്ങൾ കണ്ടിരിക്കുന്നു. അവ കാലാവസാനത്തിൻ്റെ അടയാളങ്ങളാണ്, ലോകാവസാനത്തിൻ്റെതല്ല. അവ ഒരു യുഗം അവസാനിക്കുന്നതിന് അടയാളങ്ങളാണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു യുഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങളെല്ലാവരെയും യേശുവും ഞാനും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. മാനസാന്തരത്തിന് വേണ്ടി ഞാൻ നിങ്ങളോട്, ഒരു അമ്മ തൻ്റെ കുഞ്ഞിനോട് ചില സമയത്തൊക്കെയാണ് അപേക്ഷിക്കുന്നത് പോലെ നമ്മുടെ അമ്മ മാതാവ് മക്കളായ നമ്മോട് പറയാ, മക്കളെ, ഞാൻ നിങ്ങളോടൊക്കെയാണ് അപേക്ഷിക്കുന്നു. എന്തെന്നാൽ സമയം അത്യാസന്നമായിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, പരിശുദ്ധ അമ്മ മാതാവ് നമ്മൾ അറിയിക്കുകയാണ്, എന്തെന്നാൽ സമയം അത്യാസന്നമായിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. സമയം ഇതാ സമാഗതമായിരിക്കുന്നു.